തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 22-ാമത് വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിച്ചിട്ടുണ്ട്: ബുദ്ധിഹീനരെ, നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും ചെയ്യുന്നത് എത്രത്തോളം എന്നുള്ള വചനമാണ്. ബുദ്ധിഹീനതയോടുകൂടി പ്രവർത്തിക്കുന്നതായ വ്യക്തികൾ അവരുടെ ബുദ്ധിഹീനതയെക്കുറിച്ച് അതുനിമിത്തം വരുവാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ചും നാശത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും വേണ്ടതുപോലെ ചിന്തിക്കാതെ അവരുടെ ജീവിതത്തിൽ അവർ മുൻപോട്ട് പോകുകയും അതവർക്ക് നാശകാരണമായി തീരുകയും ചെയ്യും എന്ന് ഓർപ്പിക്കുക തന്നെയാണ്. ശമൂവേൽ എഴുതിയ 1-ാം പുസ്തകം 25-ാം അധ്യായത്തിനകത്ത് നാബാൽ എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെക്കുറിച്ച് ആധികാരികമായി ഓർപ്പിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠവും മാന്യവുമായ നിലയിൽ ജീവിച്ചു വരുന്ന നാബാലിൻ്റെ ജീവിതത്തിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവ ദിവസത്തിൽ പട്ടിണിയിലും പ്രയാസത്തിലുമായിരിക്കുന്ന ദാവീദ് തൻ്റെ ഭൃത്യന്മാരെ നാബാലിൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചുവെങ്കിലും ദാവീദിൻ്റെ ഭൃത്യന്മാർ അവരുടെ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ സങ്കടവാക്കുകൾ കേൾക്കുന്നതിന് പകരമായി മദ്യപിച്ച് വെളിവ് നഷ്ടപ്പെട്ടവനായി ബുദ്ധിഹീനതയോടുകൂടി അവരോട് ഇടപെടുന്നതും അവരെ അപമാനിക്കുന്നതുമായ കാര്യങ്ങൾ 25-ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദിൻ്റെ ഭൃത്യന്മാരോട് നാബാൽ ചോദിച്ചത്: ദാവീദ് ആരാണ്? ഇശായിയുടെ മകൻ ആരാണ്? യജമാനന്മാരെ വിട്ട് പൊയ്ക്കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അപമാനിപ്പാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളതാണ്. തൻ്റെ ബുദ്ധിഹീനതയുടെ ആ വാക്കുകളെക്കുറിച്ച് പിന്നത്തേതിൽ തൻ്റെ സുബോധം തനിക്ക് വീണ്ടും കിട്ടിയ സമയത്ത് തൻ്റെ ഭാര്യയായ അബീഗയിൽ വന്ന് തന്നെ ബോധ്യപ്പെടുത്തുന്നതും ഈ 25-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. അബീഗയിൽ ശാന്തമായി നാബാലിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ വീഞ്ഞിൻ്റെ കെട്ടൊക്കെ വിട്ടു എന്ന് കണ്ടപ്പോൾ അത് കൃത്യമായ തലത്തിൽ നാബാലിനോട് ബോധ്യപ്പെടുത്തുകയും അവൻ്റെ ഹൃദയം അവൻ്റെ ഉള്ളിൽ നിർജീവമായി പോകുവാൻ, കല്ലിച്ചു പോകുവാൻ കാരണമായി തീരുകയും ചെയ്തുവെന്ന് അവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെ 10 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം നാബാൽ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോവുകയും താൻ മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്തു എന്ന് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. നാബാലിന് എന്താണ് സംഭവിക്കപ്പെട്ടത്? താൻ മദ്യപിച്ച് ബുദ്ധിഹീനതയോടുകൂടി താൻ കാര്യങ്ങളെ സമീപിച്ചതുകൊണ്ട് ദാവീദിൻ്റെ ഭൃത്യന്മാരെ അപമാനിച്ച് ആ തലത്തിൽ പുറത്താക്കി കളഞ്ഞതുകൊണ്ട് തനിക്ക് ബുദ്ധി വന്ന സമയത്ത്, സുബോധം വന്ന സമയത്ത് ആ വാർത്ത കേട്ടിട്ട് തൻ്റെ ഹൃദയം തന്നിൽ തന്നെ സ്തംഭിച്ചു പോവുകയും അങ്ങനെ താൻ മരണത്തിലേക്ക് നടന്നു നീങ്ങുകയും ചെയ്തുവെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ വചനങ്ങൾ നമ്മെ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്, എന്താണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബുദ്ധിഹീനത, നമ്മുടെ വിവരക്കേടുകൾ, നമ്മുടെ ചില പ്രവൃത്തികൾ, നമ്മുടെ ചില വാക്കുകൾ അത് നമ്മെ നാശത്തിലേക്കും പരാജയത്തിലേക്കും തകർച്ചയിലേക്കും കൊണ്ട് എത്തിക്കുമെന്ന് നാം ആഴമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ബുദ്ധിഹീനത വിട്ട് ദൈവസന്നിധിയിൽ ദൈവം നമുക്ക് നൽകുന്നതായ ജ്ഞാനം പ്രാപിച്ച്
ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് നമ്മെ സമർപ്പിക്കുന്നവരും ബുദ്ധിയോടെ ജീവിപ്പാൻ ഉത്സാഹിക്കുന്നവരുമായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിഹീനത ഞങ്ങളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ബുദ്ധിഹീനതയിൽ തുടരുന്നവരായിട്ടല്ല, ഞങ്ങൾ ബുദ്ധിയോടെ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.